ഡിങ്ക നമസ്കാരം എല്ലാവർക്കും ഡിങ്കോയിസത്തിലെ വക്താക്കളുടെ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക് ഫെമിനിസം അഥവാ ഇസ്ലാമിലെ സ്ത്രീ സമോന്നയത്വം എന്നുള്ള വിഷയമാണ്. എന്താണ് ഇസ്ലാമിലെ സമന്വയത്വം, അല്ല സ്ത്രീകളുടെ എംപവർമെൻറ്റ് എന്താണ് എന്ന്? അപ്പോൾ ഈ ജോക്സ് അസൈഡ്, ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വക്താക്കളായിട്ടുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ആൾക്കാരിൽ രണ്ടുപേരായിട്ടുള്ള ജാക്കിർ നായക്, മുഹമ്മദ് ഹിജാബ് എന്ന് പറയുന്ന മഹാന്മാർ കഴിഞ്ഞ അവരുടെ പ്രസംഗങ്ങളിലും മുഹമ്മദ് ഹിജാബ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലും മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇസ്ലാം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് ആണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം, മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദം. ഇത് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്ക് അറിയാമെന്ന് എനിക്ക് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്യൂർ റിസർച്ച് പറയുന്നത് ഇസ്ലാം ഇസ് നോട്ട് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ബട്ട് ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് റിലീജിയൻ. നിങ്ങൾ ആ ഹെഡിങ് മാത്രം വായിക്കരുത്, ഫുൾ ആർട്ടിക്കിൾ വായിച്ചിട്ട് ആ ഡാറ്റ എടുത്തിട്ട് പറയണം. ഇസ്ലാം ഇസ് ദി ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് റിലീജിയൻ. ബ്രീഡിങ് ആണ്, പെറ്റുപെരുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം പെറ്റുപെരുകുന്നത്? 15-ാം വയസ്സ് എത്തുമ്പോൾ, അല്ലെങ്കിൽ 15 ഐഷ എന്ന് പറയുന്ന സ്ത്രീയെ 6-ാം വയസ്സിൽ കല്യാണം കഴിപ്പിക്കുകയും 9-ാം വയസ്സിൽ മാരേജ് കൺസമേറ്റ് ചെയ്യുന്ന ലെവലിലോട്ട് കൺസമേറ്റ് ചെയ്യപ്പെടുകയും, അതായത് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ കാമത്തിന് ഇരയാക്കുകയും ചെയ്ത ആ സംഭവം വെച്ചിട്ട് ഇന്നത്തെ മുസ്ലിം രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും അവിടുത്തെ നിയമവ്യവസ്ഥയും അവിടുത്തെ പണ്ഡിതന്മാരും ഇനി ഇന്ത്യ പോലത്തെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എഗ്രിമെൻ്റ് മാത്രമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ആൾക്കാർ, സ്ത്രീകൾ മുന്നേ ചെറിയ പിഞ്ചു മക്കൾ, 12-ഉം 15-ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ കല്യാണം കഴിപ്പിച്ച് വിടുകയും 16-ാം വയസ്സാകുമ്പോഴേക്ക് അവരുടെ ഒക്കത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ട് 1, 2, 3, 4, 5 ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് നടക്കുകയും ഒരു സ്ത്രീയെ അടിസ്ഥാനപരമായി അവളുടെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, റിലീജിയസ് ആയിട്ടുള്ള ഗ്രോത്തിനെ എല്ലാ രീതിയിലും ചെയ്യിപ്പിക്കുന്ന ഈ ഒരു വ്യവസ്ഥയെ മുന്നോട്ട് വെക്കുന്ന, അതിനെല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്ന മതമാണ് ഇസ്ലാം. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ മുന്നോട്ട് കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ പ്യൂർ റിസർച്ച് പോലുള്ള ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്, ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ്. ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവാൻ എന്താണ് കാരണം? സ്ത്രീകളെ നശിപ്പിക്കുകയും അവരെ ഒരു രീതിയിലും ഇൻ്റലക്ച്വൽ പ്രോഗ്രസ് നേടാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റുകയും അവരുടെ വിദ്യാഭ്യാസം നശിപ്പിക്കുകയും അവരുടെ ജോലി സാധ്യതകൾ നശിപ്പിക്കുകയും ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ കെട്ടിയിടുന്ന ഈ വ്യവസ്ഥയെ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുകയും മുന്നോട്ട് വെക്കുകയും ജാക്കിർ നായിക്, മുഹമ്മദ് ഹിജാബ് പോലുള്ള ആൾക്കാർ മുന്നോട്ട് വെക്കുകയും അതിനെ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെറ്റുവരുന്ന മതം ഇസ്ലാമായി മാറുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറയും, മുഹമ്മദ് ഹിജാബ്, ജാക്കിർ നായിക് ഞങ്ങളുടെ ആളല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയും അപ്പോൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ പറയും ഖുറാനിൽ പറയുന്ന ഇസ്ലാം ഇതൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഖുറാനിൽ നിസ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. സ്ത്രീ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 4:3 അതായത് ആ സൂറത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ കീഴിൽ വരുന്ന ആളാണ്. സ്ത്രീയെ വേണമെങ്കിൽ ശകാരിക്കാനും വേണമെങ്കിൽ പ്രഹരിക്കാനുമുള്ള അധികാരം പുരുഷനുണ്ട്. 4:34 4:3 പറയുന്നത് പോളിഗാമിയെ പറ്റിയാണ്. പുരുഷന് 4 ഭാര്യമാർ വരെ ആവാം. ഇനി ഇതിനുമപ്പുറം 66-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ അധ്യായത്തിൽ ഖുറാനിൽ 1-5 വരെ പറയുന്നത് പുരുഷന് ഭാര്യമാർ മാത്രമല്ല കൺകുബൈൻസും ആവാവുന്നതാണ്
എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് സ്ത്രീ വെപ്പാട്ടിമാരുമാവാം, അവനെ കാമം തീർക്കാൻ വേണ്ടി വെപ്പാട്ടിമാരുമാവാവുന്നതാണ് എന്നാണ് പറയാനുള്ളത്. ഇനി നിസായിലോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ 4:11 പറയുന്നത്, ഇൻഹെറിറ്റൻസ് ലോയിൽ പറയുന്നത് പുരുഷന് കിട്ടുന്നതിൻ്റെ പകുതി മാത്രമേ സ്ത്രീക്ക് കിട്ടാൻ പാടുള്ളൂ എന്നാണ് വ്യക്തമായി പറയുന്നത്. വീണ്ടും നമ്മൾ ബക്കറയിലോട്ട് വരുമ്പോൾ, പശുവിൻ്റെ സൂറത്തിലോട്ട് വരുമ്പോൾ 282 സൂക്തത്തിൽ പറയുന്നത്, ഒരു സ്ത്രീയുടെ വാക്ക് അരപുരുഷന് തുല്യമാണ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഓർക്കുക. എന്താണ് സത്യവിശ്വാസിനികളെ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന സത്യവിശ്വാസിനികൾ കേൾക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ അള്ളാഹു എന്ന ഫേക്ക് ഐഡിയിൽ ഇറക്കിയിട്ടുള്ള ഈ വചനങ്ങളെ നിങ്ങൾ തിരസ്കരിക്കുകയാണോ? പുരുഷനും സ്ത്രീയും സമമല്ല. അരപുരുഷനാണ് ഒരു സ്ത്രീ, അരപുരുഷന് സമമാണ് ഒരു സ്ത്രീ, 2 സ്ത്രീകൾ സമമാണ് ഒരു പുരുഷൻ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് 4:3 നമുക്ക് നിസായിൽ വീണ്ടും ഒരു പുരുഷന് 4 ഭാര്യമാരെ കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് അരപുരുഷനല്ല, കാപുരുഷൻ, വെറും കാപുരുഷന് സമമാണ് ഒരു സ്ത്രീ എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? നിങ്ങൾ ഓർക്കണം, മഹാനായ മുഹമ്മദ് ഫേക്ക് ഐ ഡി, അള്ളാഹുവിൻ്റെ ഫേക്ക് ഐഡിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ? നമ്മുടെ മഹാനായ ഉമ്മർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയുമോ, അദ്ദേഹം പല ഹദീസുകളിലും മുഹമ്മദിൻ്റെ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ, ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ പലതിലും, ഇബ്നു മാജയുടെയും അബൂദാവൂദിൻ്റെയും തിർമിദിയുടെയും ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉമ്മർ എന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജി വരെ പുകഴ്ത്തി പാടിയിട്ടുള്ള, ഉമ്മറിൻ്റെ ഭരണം ഇന്ത്യയിൽ വരണമെന്ന് മഹാത്മാജി വരെ പുകഴ്ത്തി പാടിയിട്ടുള്ള ആ ഉമ്മറിൻ്റെ മാതൃക എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാതൃക എന്താണെന്ന് വെച്ചാൽ, ആ ഉമ്മർ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഹിജാബ് ഇട്ട് നടക്കുന്ന, ചിഡോറിട്ട് നടക്കുന്ന, അതായത് മുഖം മറച്ച് നടക്കുന്ന, ഹിജാബ് എന്ന് വെച്ചാൽ മുഖം മറ, ചിഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രം മറച്ച് ഈ ഭാഗം മാത്രം കാണിച്ച് നടക്കുന്ന കറുത്ത വസ്ത്രം, ചിഡോർ. നിക്കാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കാബ് എന്ന് പറഞ്ഞാൽ കണ്ണും മറച്ച് നടക്കുന്ന, ഇനി ബുർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് മറച്ച് നടക്കുന്ന അടിമ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഊരിപ്പിടിച്ച് വലിച്ചു മാറ്റിക്കൊണ്ട് ഉമ്മർ ചോദിക്കാറുണ്ടായിരുന്നു, അല്ലയോ അടിമ സ്ത്രീയെ, നീ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിയായിട്ടുള്ള അടിമയല്ലാത്ത സ്ത്രീകളുടെ വേഷത്തിൽ നീ നടക്കുന്നത് എന്ന് പറഞ്ഞ് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത്, ചിഡോർ എന്ന് പറയുന്നത്, ബുർക്ക എന്ന് പറയുന്നത്, നിഖാബ് എന്ന് പറയുന്നത്, അത് സ്ത്രീൻ്റെ അടിമത്തത്തിൻ്റെ സിമ്പലാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസിനികളും ഹിജാബിട്ട് നടക്കണം, ചിഡോറിട്ട് നടക്കണം, എന്നാലേ പുരുഷന്മാർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ അടിമകളല്ല എന്ന്. നോക്കൂ നമ്മുടെ മുഹമ്മദിൻ്റെ കാരുണ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മുഹമ്മദിൻ്റെ ബുദ്ധിവൈഭവം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് വിശ്വാസിനികളെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇനി എൻ്റെ വയല് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ വയല് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഖദീജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അറിയാമെന്ന് വിചാരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹു, ഓക്കെ, റളിയല്ലാഹു അൻഹു മുഹമ്മദ്, അതായത് റളിയ മുഹമ്മദ് അൻഹു, അതായത് മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡി ആണല്ലോ അള്ളാഹു, അപ്പോൾ റളിയ മുഹമ്മദ് അൻഹു. ഓക്കെ. അപ്പോൾ മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ ഒരു കച്ചവടക്കാരിയായിരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള
ഭയങ്കര ബുദ്ധിവൈഭവമുള്ളൊരു കച്ചവടക്കാരി. പുള്ളിക്കാരി മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. ആ ഖദീജ മരിച്ചതിന് അപ്പോൾ വ്യക്തമാണ് ഇവിടെ ഖദീജ ഒരു വലിയ കച്ചവടക്കാരിയായിരുന്നു. പുറത്തിറങ്ങിക്കൊണ്ട് ആണുങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് വന്നിരുന്ന ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു. ഒരു ഫീമെയിൽ എംപവർമെൻറ്റിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു മക്കത്തിൻ്റെ കാലഘട്ടത്തിൽ. പിന്നീട് മുഹമ്മദ് വരികയും മുഹമ്മദ് കല്യാണം കഴിച്ച് മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യ മരിച്ച് അതിനുശേഷം മുഹമ്മദ് വീണ്ടും കുറേ കല്യാണങ്ങൾ കഴിക്കുന്നു. എന്നിട്ട് മുഹമ്മദിനുള്ള ഭാര്യമാരൊന്നും കൂടാതെ മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ വെച്ചിട്ട് സൊഫിയ എന്ന് പറയുന്ന, സൊഫിയ ആണോ എന്ന് പറയില്ല, സൈനബാണോ എന്ന് എനിക്കറിയില്ല, സൈനബാന്ന് തോന്നുന്നുണ്ട്, സൈനബിൻ്റെ കിടപ്പറയിൽ സൈനബിനെ പുറത്ത് പറഞ്ഞു വിട്ടുകൊണ്ട് സൈനബിനെ കിടപ്പറയിൽ മാരിയത്തുൽ കിബിത്തിയെ വിളിച്ചുകൊണ്ട് കാമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സൈനബോ സൊഫിയയോ വന്നിത് കാണുകയും അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഈർഷ്യത്തോടെയും ചോദിച്ച് അതിനെപ്പറ്റി ബാക്കിയുള്ള ഭാര്യമാരോട് ഈ മുഹമ്മദിൻ്റെ ഈ വിക്രസ് പറയുകയും ചെയ്തപ്പോൾ അഹ്സാബ് എന്ന് പറയുന്ന സൂറത്തിൽ ഖുറാനിൽ അപ്പത്തൻ ആയത്തുകൾ ഇറങ്ങുകയാണ്. 28 ഖുറാനിലെ അഹ്സാബ് എന്ന് പറഞ്ഞ സൂറത്തിൽ 28ാമത്തെ സൂക്തം തൊട്ട് 31 സൂക്തം വരെ, അല്ലയോ സത്യവിശ്വാസിനികളെ, അല്ലയോ ഉമ്മുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളുടെ ഉമ്മകളെ, അതായത് മുഹമ്മദിൻ്റെ ഭാര്യമാരെ പറയുന്ന പേരാണ് ഉമ്മുൽ മുഅ്മിനൂൻ എന്നുള്ളത്. അല്ലയോ മുഹമ്മദിൻ്റെ ഭാര്യമാരെ, ഉമ്മുൽ മുഅ്മിനൂൻ, വിശ്വാസികളുടെ ഉമ്മമാരെ, ശബ്ദം പതുക്കെ സംസാരിക്കൂ. പതുക്കെ സംസാരിക്കണം. നിങ്ങൾ പതുക്കെ സംസാരിക്കണം. നിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്. നിങ്ങളുടെ ശരീരം പുറത്ത് കാണിച്ച് നടക്കരുത്. നിങ്ങളെ വീട്ടിലോട്ട് ആൾക്കാർ വരുമ്പോൾ തന്നെ മുഖം മറച്ചുകൊണ്ട് സംസാരിക്കണം. നിങ്ങൾ പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെ പുറത്ത് കാണിക്കരുത്. പഴയ കാലത്തെ പോലെ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളെ ഞാൻ ചോദിക്കുകയാണ്, ഈ രീതിയിൽ മുഹമ്മദും ഇസ്ലാമും കൂടി സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ജോലി സാധ്യതകളും ഒക്കെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുമ്പോൾ, സ്ത്രീയെ ഒരു മെയിൽ ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ ഒരു സാധനമാക്കി മാറ്റുമ്പോൾ, മെയിൽ ഒബ്ജക്റ്റിഫിക്കേഷനാക്കി മാറ്റുമ്പോൾ, അതൊരു സ്ത്രീയെ വെറും ഒരു വസ്തുവാക്കി മാറ്റുന്ന ഈ രീതിയിലുള്ള ഒരു ഇസ്ലാം, ഒരു ഖുർആൻ, ഒരു വേദഗ്രന്ഥം മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ജോലി സാധ്യതയൊക്കെ നശിപ്പിച്ച ഈ ഖുർആൻ, ഈ ഇസ്ലാം, ഓർക്കണം, ഈ ഇസ്ലാം വരുന്നതിൻ്റെ മുന്നേ ഖദീജ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എത്രത്തോളം വലിയൊരു കച്ചവടക്കാരെന്ന് ചരിത്രം പരിശോധിച്ച് മനസ്സിലാവും. എന്നിട്ട് മുഹമ്മദ് വന്നിട്ടാണ് ഈ സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂട്ടിയിടുന്നത് സ്ത്രീകളെ. ഇനി നിങ്ങൾ പറയും, ജാഹിലിയത്ത്, അതായത് അന്ധകാരം, അത് മുഹമ്മദിന് മുന്നേ ഉള്ളതാണോ, അത് മുഹമ്മദ് കൊണ്ടുവന്ന ഇസ്ലാമാണോ? എൻ്റെ വാക്കുകൾ ശ്രവിച്ച ശ്രോതാക്കൾക്ക് എൻ്റെ നന്ദി. ഇനിയും വയൽ പരിപാടികൾ നടക്കുന്നതാണ്. ഡിങ്കിന് വേണ്ടിയുള്ള വയൽ പരിപാടികൾ പ്രധാനമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് കേൾക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്, കേൾക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പരിഗണിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ആ രീതിയിൽ ചർച്ച ചെയ്യാനും അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. അപ്പോൾ കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ഡിങ്ക് നമസ്കാരം. താങ്ക് യു.